ഹലോ, അപ്പം ഞങ്ങളിതിപ്പോൾ യാഷയുടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോവാണ്. അതിൻ്റെ എൻക്വയറിക്ക് വേണ്ടി പോവാട്ടോ. ചിലർ പറഞ്ഞു സ്കൂളിൽ വിളിച്ച് തിരക്കണമെന്ന്. അപ്പം ഞാൻ വിളിച്ചൊന്നും തിരക്കില്ലെന്ന്. ഞങ്ങൾ രണ്ടുപേരും ഫ്രീ ആണ്. അപ്പോൾ പിന്നെ നേരിട്ട് പോയി തന്നെ തിരക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു സ്കൂളുണ്ട്. ഞങ്ങൾക്ക് അറിയത്തില്ല ഇവിടുത്തെ സ്കൂളിൻ്റെ അഡ്മിഷൻ എടുക്കേണ്ട സിസ്റ്റം എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു സ്കൂളുണ്ട്, പക്ഷേ എനിക്ക് ആ സ്കൂൾ ഇഷ്ടമല്ല. അതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്കൂളിലോട്ട് തിരക്കി പോവുക. അപ്പോൾ അവിടെ ഫോർമാലിറ്റി എങ്ങനെയാണെന്നോ അവിടെ നമുക്ക് ആക്കാൻ പറ്റുമോന്നും അറിയത്തില്ല. കാര്യം നമ്മൾ താമസിക്കുന്നതിൻ്റെ ചുറ്റളവിലെ സ്കൂളിലെ ആക്കാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പലരും പലത് പറഞ്ഞ് ഞാൻ കേട്ടു. എന്തായാലും എനിക്കിഷ്ടപ്പെട്ട സ്കൂൾ തിരക്കി ഞങ്ങൾ പോവുകയാണ്. നല്ല യൂണിഫോമാണ് അവിടുത്തെ. അപ്പം ഞാൻ എന്നും ഇങ്ങനെ പോകുമ്പോൾ കാണും സ്കൂളിൻ്റെ കോമ്പൗണ്ടും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ ആക്കാം. അങ്ങനെ ഞങ്ങൾ തിരക്കിയില്ലേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. യാഷ ഇതൊന്നും അറിയത്തില്ല. യാഷ സത്യത്തിൽ ഞങ്ങൾക്ക് ഇപ്പോഴേ സ്കൂളിൽ വിടണമെന്നൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങ് കൊണ്ടുവന്നാൽ ഇവിടെ വെറുതെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് സ്കൂളിൽ പോകുന്ന തന്നെ. യാഷ എനിക്കൊരു 5-6 വയസ്സായിട്ട് സ്കൂളിലൊക്കെ വിട്ടാൽ മതിയെന്നായിരുന്നു. ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ. അവിടെ അതിനകത്ത് ഫോണൊന്നും അലോ. ചിലർ പറഞ്ഞു സ്കൂളിൽ വിളിച്ച് തിരക്കണമെന്ന്. അപ്പം ഞാൻ വിളിച്ചൊന്നും തിരക്കില്ലെന്ന്. ഞങ്ങൾ രണ്ടുപേരും ഫ്രീ ആണ്. അപ്പോൾ പിന്നെ നേരിട്ട് പോയി തന്നെ തിരക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമൊക്കെ മേടിച്ച് ഇറങ്ങി. എൻ്റെ ഒരു ഫേവറേറ്റ് സ്കൂളായിരുന്നു ഇത്. അപ്പം അവർ പറഞ്ഞു ഇപ്പം അവർക്ക് സ്പേസ് ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം ഇവിടെ കൊച്ചുമില്ല, പോടാ. അപ്പം ഞാൻ പറഞ്ഞു ഇനി എന്നത്തേക്ക് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സെപ്റ്റംബറിൽ. അതാണല്ലോ നമുക്കും വേണ്ട സമയം. സെപ്റ്റംബറിലല്ലേ യാഷ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഫോമൊക്കെ തന്നു. ഒരു ഡെപ്പോസിറ്റ് ഉണ്ട്. അത് ഫോം തിരിച്ചു കൊടുക്കുമ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യണം, സീറ്റ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് ബാക്കി ഫണ്ടിങ് ഒക്കെ അവർ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, അങ്ങനെ യാഷ അതേ സ്കൂളിൽ പോകാൻ പോകും. ഇതാട്ടോ ഫോം. യാഷയുടെ സ്കൂളിന്റെ പേര് ഡില്ലി എന്നാണ് യാഷയുടെ സ്കൂളിന്റെ പേര്. ബൈ. അങ്ങനെ അപ്പൊ അതെന്തായാലും കഴിഞ്ഞു. ഇനി ഇത് ഫില്ല് ചെയ്യണം. അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ ഞങ്ങൾ പറഞ്ഞു അവരോട്. അപ്പോൾ അവർ ഞങ്ങൾ ചെന്നപ്പോഴേ ഇങ്ങോട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ എന്താ പറയണ്ടേ, ന്യൂലി പാരൻസ് ആണ്. കൊച്ചു വന്നിട്ട് 3 വർഷമായി. എന്നാലും ഞങ്ങൾ പറഞ്ഞു സ്കൂളിൽ അയ്യോ ഇതെന്തോ ഇടാം. ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. ഞങ്ങൾക്ക് ആകെയുള്ളൊരു പുത്രിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർ എല്ലാമൊക്കെ പറഞ്ഞു തന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നല്ലോ പക്ഷേ ഭയങ്കര സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീൽ. അഡ്മിഷൻ എടുക്കാൻ പോയപ്പോൾ ഇങ്ങനെയാണെങ്കിൽ സ്കൂളിൽ ചേർക്കുമ്പോൾ എന്ത് വരിക. അങ്ങനെ ഇനി ഇത് വീട്ടിൽ വിളിച്ചറിയിക്കണം, യാഷ അറിയിക്കണം, മമ്മി അറിയിക്കണം, എല്ലാവരും അറിയിക്കണം. ആൻഡ് പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു കേട്ടോ. 3 ദിവസത്തെ സിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു വിത്ത് പാരന്റ്. താങ്കളായിരിക്കും കൂടെ പോയിരിക്കേണ്ടത്. 3 ദിവസം കുഞ്ഞിനെയും കൊണ്ട് പാരന്റ് ഒരാൾ വന്നിരിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കരുതി വിഷ്ണുവിനെ പറഞ്ഞു വിടാമെന്ന്. എന്നാലും എനിക്ക് 3 ദിവസം പോകുന്നത് എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 3 ദിവസം പോകണം. സെപ്റ്റംബറിലേ ഉള്ളത്. ഞാൻ ചോദിച്ചു അഡ്മിഷൻ ഇപ്പോൾ നമ്മൾ സീറ്റ് സെക്യൂർ ചെയ്തിട്ട് ഉടനെ വിടണമെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു വേണ്ട, സെപ്റ്റംബറിൽ മതി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ. അപ്പം യാഷ സെപ്റ്റംബറിൽ കൊണ്ടുവരാമെന്നാണ് വിചാരിച്ച്. അത് നടക്കത്തില്ല. ഓഗസ്റ്റ് ലാസ്റ്റ് കൊണ്ടുവരണം. കാര്യം സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിലാണ് ഈ പറയുന്ന സിറ്റിംഗ് ഉള്ളത്. അപ്പം അങ്ങനെയാണ്. ഓക്കെ, അപ്പം എന്തായാലും ഞാൻ വിചാരിച്ചു അതൊരു കുഞ്ഞൊരു വീഡിയോ ഒക്കെ എടുത്ത് വെക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഇതെടുത്ത് കാണാമല്ലോ. അതുകൊണ്ടിട്ട് ഇനി യാഷ സ്കൂളിൽ പോകുന്നതും യാഷയുടെ സ്കൂൾ സാധനങ്ങളുടെ പർച്ചേസും എല്ലാം ഞാൻ വീഡിയോ എടുത്ത് വെക്കും. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇടയ്ക്കൊക്കെ എടുത്ത് കാണാമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഓക്കെ. അപ്പോൾ താങ്ക് യു ആൻഡ് ഓക്കെ ബൈ.